അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ അതുപോലെ ഓൺ വോയിസ് ഒക്കെ ഇട്ടിട്ട് ഏകദേശം 1 വർഷം കഴിയുന്നു. ഒന്നൊന്നര വർഷത്തിനോടടുത്തായി. അപ്പോൾ നമ്മൾ ഇന്ന് വണ്ടിയുടെ കുറച്ച് വീഡിയോ എടുക്കാറുണ്ട്, അതും പെൻഡിങ് ആണ്. പിന്നെ ഇന്നിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഉള്ളത് കൊണ്ട് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ ഇതുവരെയും നമ്മൾ കൈവെക്കാത്തൊരു മേഖലയാണ്. അത് ഒരു ആടിനെ ഇത് ഫുള്ള് മന്തി എല്ലാം കൂടെ സെറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം. ഓക്കെ. ഈ പാത്രം ഇത് നടക്കൂടാ. ഇത് വാഷ് ചെയ്തിട്ട് അതെല്ലാം അരിഞ്ഞിട്ട് ഇടാൻ വേണ്ടി. നമ്മുടെ അടുത്ത പരിപാടി അതെടുക്കാം. പാ, നമുക്ക് ആദ്യമേ അടുപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. സമയം വിഷയമാണ്. മഴ എങ്ങാനും പെയ്താൽ പണി പോകണം. പുറത്തിട്ട് കഴിയുമ്പോഴേ കർപ്പൂരം മേടിച്ചു 2 എണ്ണം. ഏതാടാ? എന്തുവാ? ഇത് ഇന്ത്യ ഗേറ്റിന്റെ മന്തി റൈസാ. എന്തോ വെയിലാടാ. 3-4 വെള്ളത്തിൽ ഇത് കഴിയേണ്ടി വരും. ഇപ്പൊ മസാല തുടങ്ങിയാലോ? മഞ്ഞച്ചാന്ത്, മുളക് ചാന്ത് ഇട്, വെങ്കായം എന്താടാ നോക്കിയാ? മറ്റേ ഇതുണ്ടല്ലോ നുസ്രത്തിന്റെ ഇതിലോട്ടൊക്കെ കേറാം. ഈ സൈഡിലൊന്നിട്ടേ, എന്റെ കാലിന്റെ ഇടയിലോട്ടൊക്കെ ഇടും. നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. പക്ഷെ ആട് നല്ല കിടിലോ, അതായത് നമുക്ക് പരുവത്തിനാ കിട്ടിയത്. വലുതായിരുന്നെ നമുക്ക് ആകെ ചൂളിപ്പോയനെ. സത്യമായ ജീവിതത്തിൽ ആദ്യമായിട്ടാ ആടിനെ ട്രൈ ചെയ്യുന്ന കേട്ടോ. ഇത് ആരാന്നറിയ? മെസ്സിയാ കിടക്കുന്ന ഗോട്ട്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. എന്താന്നറിയാടാ? പോടാ പറകാട്ട്. ഓ, അതങ്ങ് എഡിറ്റ് ചെയ്തിടാ. ആ പറഞ്ഞത് എഡിറ്റ് ചെയ്ത് ചീത്ത വിളിക്കുന്ന കേൾക്കുന്നു. എന്താടാ കക്ഷത്തൊക്കെ അങ്ങ് തേച്ചു കൊടുക്കും. വെള്ളമായടാ, അതല്ലേ ഇരിക്കുന്നില്ല. ഞാൻ നോക്കിയാ ട്രൈ ചെയ്താ മതിയല്ലോ. ഒന്ന് നോക്ക്. മസാല സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടാ. ഓക്കെ, പങ്ങാര. എന്താടാ ഇച്ചിരി വേണം താഴെ ഒന്ന് കുഴിച്ചു വെക്കാടാ. ആ താഴത്തെ ഭാഗത്തെ മണ്ണ് കുറച്ച് മാന്തി വേണേ. അത് മതി. വിറകല്ലേ, നിന്ന് കത്തിക്കോളൂ. അത് മതി. അല്ല, പോകാ കണ്ണി തരുന്നത്. ഓക്കെ അല്ലേ? വെള്ളമല്ല, സൺഫ്ലവർ ഓയിൽ. പോകാൻ കയറുന്നത് കണ്ണി. സൺഫ്ലവർ ഓയിൽ ഒഴിക്കാണ്. ആ തവി എന്താടാ? തവി ഇങ്ങോട്ട് പിടിച്ചോ, പോലെ. ആ ബേ ലീഫ് ഇങ്ങനത്തെ ബേ ലീഫ്. എടാ വിദിശ, അതിനകത്ത് ഫ്രണ്ട് ഇരിക്കുന്ന ഏലക്ക ഉണ്ടല്ലോ നമ്മുടെ ആ വണ്ടിയിൽ ഞാൻ വെച്ചില്ലേ? ബേ ലീഫ്സ് അല്ല, ഏലക്കേ.
ഒരു നാരങ്ങ ഉണങ്ങിയ ഇടാൻ വേണ്ടി ഏലക്ക ഇട്ടല്ലേ ഇളക്കിയിട്ട് അങ്ങ് ഐസാക്കി എല്ലാം ഭംഗിയായിട്ടാണ് സവാള ഐസാക്കിയ സവാള ഇട്ടേ ഇട്ടോ സവാള ഇട്ടോ മുളകും ഇട്ടോ പച്ചമുളകും ഇട്ടോ സവാള വാണ്ടി വെക്കാം നമുക്ക് തക്കാളി ഇടാം അപ്പൊ അങ്ങനെ നമ്മുടെ സവാള ഇട്ടിട്ടുണ്ട്, പിന്നെ സ്പൈസസ് ഇട്ടിട്ടുണ്ട്. ബാക്കി ഇനി മസാല എല്ലാം കൂടെ ആക്കിയിട്ട് നമ്മൾ നമ്മുടെ ആട് ഭീകരനെ എടുത്ത് ഇതിലിടും. പിന്നെ ബാക്കി ഇനി പ്രോസസ്സിങ് നമുക്ക് വീഡിയോയിൽ കാണാം അല്ലേ ആട്ടുട്ടിയെ? സവാള ഇല്ലടാ, മതിയടാ മതി. നമ്മള് ക്യാപ്സിക്കം ഇടുവാണ്. വേണ്ട തക്കാളി ഇപ്പൊ വേണ്ട. അയ്യോ തക്കാളി പേസ്റ്റ് അടിച്ചില്ലായിരുന്നു. ഇട്ടോ കുഴപ്പമില്ല, അത് നല്ലടാ. പോരായ്മ വരും കേട്ടോ തക്കാളിയുടെ. കുഴപ്പമില്ല, നമുക്കത് ഇത് പൊട്ടിയതാ. അടുത്ത ഇനി ഗാർലിക് പേസ്റ്റ് കേട്ടാ. ഗാർലിക് പേസ്റ്റ്. ആ ജിഞ്ചർ എന്ത്? അടുത്ത ജിഞ്ചർ പേസ്റ്റ്. ജിഞ്ചർ പേസ്റ്റ്. ഓക്കെ, അരമണിക്കൂറിനടുത്ത് റെസ്റ്റ് ചെയ്ത സാധനം. എടാ സമയം എന്തുവാ എടാ? 11:28 നമ്മള് അരി വെച്ച കേട്ടാ. ആ പിടി അങ്ങനെ ആടി. പിന്നെന്താ അവനെ നമ്മള് കേറ്റും. അവിടെ മിക്സ് ആക്ക. അവിടെ നിക്ക്. ഇനി വേണ്ടതേ ഇളക്കണ്ട, നമുക്ക് ആ വെള്ളം ഇല്ല ഇതൊന്നും പിടിച്ച് വെള്ളം ഒഴിച്ചു. വെള്ളം വെച്ച് കേറ്റരുത്, എന്താ അറിയാ അരി ഇടുന്ന. വെള്ളം അത് ഒഴിച്ചു. ഇത് നിക്കടാ, നോക്കട്ടെ. അവിടേക്ക് എപ്പോ പറയാം. ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചാ പക്ക കേട്ടോ. കുറച്ച് വെള്ളം ഇങ്ങെടുത്തു റഫീഖ്. എന്താ അറിയോ, കുറച്ച് വെള്ളം പോടാ. ഓക്കെ, ഉണങ്ങിയ നാരങ്ങ പറഞ്ഞോണ്ട് ഇവിടെ കിടന്ന് കറങ്ങും. നമുക്ക് ഇടാടാ, ഓപ്പണിങ്ങാ. നോക്ക് അങ്ങോട്ട് നോക്ക്. ആടിനെ ഒന്ന് കാണിക്കാം. ഇപ്പൊ കോള് വന്നിടാ, അതാ. ഓക്കെ, അപ്പൊ ആടിനെയും കൂടെ അങ്ങോട്ട് മറിക്കാൻ പോവാ. എന്ത് നടക്കത്തില്ലേ? നല്ല ചൂട്, ഹെവി ചൂട്. ഇല്ല. ഓക്കെ, സക്സസ്. ആടെന്തുവാടാ ഒരുമാതിരി പോസ്റ്റ്മോർട്ടത്തിന് പറ്റിയ പോലെ കിടക്കുന്നു. മതി, സെറ്റ്. റൈസ് വേണ്ട. ഓക്കെ, പൊപ്പൊളി ഇച്ചി മല്ലിയില ഇങ്ങട് പുറത്തങ്ങ് വീറ. ജസ്റ്റ് വാഷ് ചെയ്. ഓക്കെ, ഇതിപ്പോ എന്തായാലും ഉദ്ദേശത്തിനെക്കാട്ടിലേ കറക്റ്റ് ഒരു വെള്ളവും കാര്യമൊക്കെ കറക്റ്റ് വരുക. പിന്നെന്ന് പറഞ്ഞാ നീ പോയാ മല്ലിയില ഇങ്ങെടുത്തു. ഇപ്പൊ കറക്റ്റ് ഒരു വിസില് മതി. ഞാൻ പോയ സമയത്ത് നിങ്ങൾ എന്തായാലും 2 വിസിൽ അടിച്ചില്ലേ. പിന്നെ ഇനി കറക്റ്റ് നല്ല സ്റ്റീമിൽ ഒറ്റ വിസില് മതി. നാരങ്ങ വെച്ചായിരുന്നോ? ഒരു നാരങ്ങയും കൂടെ എടുക്കാം. ഇതെടാ അല്ലേല അത്ര എടുത്തു. ഇടലും ഇതുകൂടെ ഒന്ന് കേറിയാ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു. ഇനി കറക്റ്റ് ഒരു ഒറ്റ വിസില്, ഒറ്റ ഒരു 2 വിസില്.
തുടക്കി ഇപ്പൊ സെറ്റ്. അങ്ങനെ ഒരു 2.5 മണിക്കൂറിന് ശേഷം നമ്മുടെ സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ബാ എടുത്തോ. അപ്പൊ എടാ അത് കൊള്ളാം, അത് കൊള്ളാം, അത് മതി, അത് പൊട്ടണ്ട. കൊള്ളാം, അത് കിടിലം വാഴയില. ഞാൻ വാട്ടാനൊന്നും നിക്കണ്ടാട്ടാ നന്ദുവേ, വാട്ടൊന്നും വേണ്ടാട്ടാ. ഓക്കെ, സംഭവം സെറ്റാ. ഇനി അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അന്തു ക്യാമറ ഇങ്ങനെ ഉണ്ടെന്നടാ. എടാ ആ തവി ഇങ്ങനെ എടുത്തേ, അടിയിലൊന്ന്. അല്ലടാ അടിയില് ചെറിയൊരു ഇതുണ്ടാ, അടിയിലൊരു പിടുത്തമുണ്ട്, അങ്ങനെ വരും ഓൾറെഡി. ഹോട്ടല് മാറിയിരിക്കും സംഭവം. വീട്ടിലോസ് ബാടാ കമത്താടാ. വിളി അടി ഓക്കെ അല്ലേ? ഓടിച്ചോ. വാവ് പൊളി. എങ്ങനുണ്ട്? നീ അടിയാടാ വിജീഷ? കഴി ഓരോരുത്തരെ എപ്പടി ഇருக்கு അവർക്ക് മറ്റേടാ ജ്യൂസി കണ്ട് നീച്ചിട്ട് ടേസ്റ്റ് ചെയ്. സമ്മയാ രസിക്കറോ. അപ്പൊ അങ്ങനെ പരിപാടി അതിഗംഭീരമായിട്ടില്ലേടാ, അതിഗംഭീരമായിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞു. പാളിപ്പോന്നൊക്കെ പ്രതീക്ഷിച്ച, പക്ഷെ ഒരു പാളലും ഇല്ല. അടിപൊളിയായിട്ടാണ് ഒരു ആടിന്റെ ഒരു 2 കിലോ ഇത് ഞങ്ങള് സമാധിയാക്കാൻ പോവാ ഇപ്പൊ, ഇല്ലടാ? ആർക്ക്? അപ്പുപ്പട്ടിക്കല്ലേ? അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.